പെടപടയ്ക്കുന്ന ക്ലാത്തി. അതെ, പെടപടയ്ക്കുന്ന ക്ലാത്തി. ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് മടിവല വലിക്കുന്നതിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ മടിവല വലിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ ഈ കാഴ്ച വന്ന് കാണേണ്ടതാണ്. വളരെ വ്യത്യസ്തവും മനോഹരമായ രീതിയിലാണ് മടിവല കറക്കിയെടുക്കുന്നത്. അപ്പോൾ കടലിലെ കാഴ്ചകൾ കണ്ട് മടിവല വലിക്കുകയാണ്. വളരെ ആമോദത്തോടെ പാട്ടുകളൊക്കെ പാടി വളരെ സാവധാനം മടിവല വലിച്ച് കയറ്റുകയാണ്. അപ്പോൾ കുറേ മടിവല ഇനി കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ രണ്ടുപേര് കടലിൽ ഇറങ്ങി കിടപ്പുണ്ട്. വെള്ളത്തിലടിച്ച് മീനിനെയൊക്കെ വലയിലോട്ട് കയറ്റുകയാണ്. അപ്പോൾ ഒരു കാക്ക വന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യെ വളരെ സാവധാനം വല വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ വല ഏകദേശം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വല വളഞ്ഞ് എത്തിയിട്ടുണ്ട്. വളരെ സാവധാനം നീങ്ങി സ്ഥലം മാറി മാറി വരികയാണ് അവർ. അപ്പോൾ 1 2 3 പേരിപ്പോൾ വെള്ളത്തിലുണ്ട്. വളരെ ഏകദേശം ഞെത്തി വല. അപ്പോൾ ലാസ്റ്റുള്ള മടിയിലോട്ട് മീനിനെ അവർ വലയ്ക്കകത്ത് നിൽക്കുന്ന മീനിനെല്ലാം മടിയിലോട്ട് തട്ടി കയറ്റുന്നതിലേക്കാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ വലിച്ച് ഏകദേശം തിരമാലകൾ അതിശക്തമായ തിരമാലകളിൽ കൂടി നിന്നുകൊണ്ടാണ് മടി ഒതുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുളത്തിലും മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ വലയിട്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു മടിവല വലിച്ച് ഒതുക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് മടിവല ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഞെത്തി. ഇപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി മടി മാത്രം മുകളിലോട്ട് കയറിയാൽ മതി. അപ്പോൾ എത്രത്തോളം മീൻ ഉണ്ട് എന്ന് മാത്രമാണ് നമുക്കിനി നോക്കാനുള്ളത്. മടി മാത്രമേ അതിന് മുകളിൽ കയറാനുള്ളൂ, ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സാവധാനം അത് വലിച്ച് കയറ്റുകയാണ് അവർ. അപ്പോൾ കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എത്രത്തോളം മീനുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് മടിവല ഒതുക്കിയെടുക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണുന്നത്. കൊക്കൊക്കെ ഓടിപ്പോയാണ് എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കാൻ. അപ്പോൾ വളരെ സാവധാനം വലിച്ച് മുകളിലോട്ട് കയറ്റുകയാണ്. നമുക്കിപ്പോഴറിയാൻ സാധിക്കും എത്രത്തോളം മീനുണ്ടോയെന്ന്. അയ്യോ കണ്ടില്ല. ഇപ്പോഴും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അവർ തിരയൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് മാറി വലിച്ച് കയറ്റുകയാണ്. അപ്പോൾ നമ്മളെ കണക്കനുസരിച്ച് മടി ഒതുങ്ങി കരയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീനിനെ കാണാം. മനോഹരമായിട്ട് വളരെ കുറച്ച് മീനാണ് ഉള്ളത് എന്നാണ് തോന്നുന്നത്. അതാണ് വലിയ മടിയാണ് ഇപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനും അത്രത്തോളം വലിയ മീനുകളൊന്നുമില്ല എന്ന് തന്നെയാണ് ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ മടിവല ഒതുക്കി മുകളിൽ എത്തിയിട്ടുണ്ട്. കൊക്ക് ഓടി നടന്ന് മീൻ പിടിച്ച് തിന്നുന്നുണ്ട്. കുറച്ച് മീനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മുകളിൽ എത്തിയിട്ട് കാണിച്ചു തരാം. വലിയ സൈസ് മീനുകളൊന്നുമില്ല, എല്ലാം ചെറിയ സൈസ് മീനാണ്. കാര പോലുള്ള മീനുകളാണുള്ളത്. അപ്പോൾ മീൻ ഏകദേശം ഇനി വല എത്തിയിട്ടുണ്ട്. വല കണ്ടല്ലോ, മീൻ കുറേ ഉണ്ട്. അതിൽ എന്തൊക്കെ മീനുണ്ടെന്നതിന് വല മടി തുറന്ന് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ കുറച്ചധികം മീനുണ്ട്. അങ്ങനെ ഏകദേശം കരയിലെത്തിയിട്ടുണ്ട് വല. ഇനി നമുക്ക് മടി തുറക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ അത് മടി തുറക്കണേണ്ട കുറച്ചധികം പൊട്ടയ്ക്കണ മീൻ. ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു മീൻപിടുത്തം കാണുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് തവണ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണിത്. പക്ഷേ മീൻ എന്തൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. കാര, പോള, അങ്ങനെയൊക്കെയുള്ള മീനാണ്. നെത്തോലിയുണ്ട് കേട്ടോ, കുറച്ചധികം നെത്തോലിയുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പെട്ടയ്ക്കണ ക്ലാത്തിയാണ്. വളരെ മനോഹരമായിട്ട് ബക്കറ്റിലോട്ട് തട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്ലാത്തി ഇങ്ങനെ വാരിക്കൂട്ടി ഇട്ടിരിക്കുമ്പോൾ ഇവിടെ ലേലം വിളിക്കാനൊക്കെ ആൾക്കാരുണ്ട്. വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് മീനുകളൊക്കെ. അവർ നോക്കാം എന്തൊക്കെ ആണെന്ന്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എല്ലാ മീനുകൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ലേലം വിളിക്കുന്നതിലേക്ക് ബക്കറ്റുകളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ നിന്ന് നോക്കുകയാണ്
ചെയ്യാൻ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന്. പടക്കണ ക്ലാത്തി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നല്ല പടക്കണ ക്ലാത്തി എടുത്ത് ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൊറ്റി വന്നു ചേട്ടാ, ആ കൊച്ചിന് എടുത്തു കൊടുത്തത്. പിടിച്ചോ, വാലയെ പിടിച്ച് തൂക്കിക്കോ, അതാ പടക്കണ ചാടി കളിക്കുന്ന ക്ലാത്തിയെ കണ്ടോ, വരൂ വാങ്ങിച്ചു പോകൂ എന്ന് പറഞ്ഞു. അതാ എടുത്തെടുത്ത് വീണ്ടും കൊണ്ട്, അയ്യോ കുഞ്ഞു മനസ്സ് കണ്ടല്ലോ, എടുത്തങ്ങ് വെള്ളത്തിൽ തന്നെ ആയിട്ട് ഓടിക്കളിക്കും. ഹലോ മച്ചന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും KLOളിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.